ഒരു സുഹൃത്തിനോ ഒരു ബന്ധുവിനോ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്ന ഒരു 50,000 രൂപ നിങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ സഹായിച്ചു. സ്വാഭാവികം, നല്ല കാര്യം അല്ലേ? പക്ഷേ ഇൻകം ടാക്സ് ആക്ടില് സെക്ഷൻ 269 പ്രകാരം 20,000 രൂപയേക്കാൾ കൂടുതലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ലീഗലാണ്. എന്ന് വെച്ചാൽ പണം കൊടുക്കുന്ന ആൾക്ക് മാത്രമല്ല, റിസീവ് ചെയ്യുന്ന ആൾക്കും 100% പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ നിയമം ഇൻഡിവിജ്വൽസ്, ഫേമുകള്, HUF, ട്രസ്റ്റുകള്, കമ്പനികള് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. സോ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഇൻഫോർമൽ ലോണുകൾ സേഫ് അല്ല. ഇനി സേഫായ മെത്തേഡ് എങ്ങനെയാണ്? നിങ്ങൾക്ക് UPI വഴി, ബാങ്ക് ട്രാൻസ്ഫർ വഴി, ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി, ചെക്ക് വഴി, RTGS വഴി, NEFT വഴി ഇങ്ങനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ഇതെല്ലാമാണ് സേഫായ മെത്തേഡുകൾ. അപ്പോൾ എപ്പോഴും പോക്കറ്റിൽ 500ന്റെ പടം വെച്ചെടുക്കുന്ന നിങ്ങൾ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, എന്ത് ചോദിച്ചാലും കാശ് എറിഞ്ഞു തരുന്ന ആള്, ആ ആൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പുള്ളിയും ബോധവൽക്കരിക്കാലോ.